ഹലോ ഗായ്സ്. ഹലോ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് ആ ഒരു എനർജി, നിങ്ങൾ ആ വൈബ് ഇവിടെ തന്നു കഴിഞ്ഞു. നിങ്ങളുടെ ടീമിന്റെ പേര് വൈഖരി എന്നാണ് അല്ലേ? അതെ, വൈഖരി ഇളമാട്. ഇളമാട് സ്ഥലപ്പേരാണോ? ഇളമാട് അതെ അതെ. എവിടെ സ്ഥലം? അത് എവിടെയാ? കൊല്ലം ജില്ലയിലെ ആയൂർ ഇളമാട്. ആഹാ. എന്താണ് താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് ശരണ്യ. ശരണ്യ എന്ത് ഗ്രൂപ്പിന്റെ കോർഡിനേറ്റർ ആണ്. കോർഡിനേറ്റർ ആണോ? അതെ അതെ. എത്ര വർഷം? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ് ആണോ? അതെ അതെ അതെ. പിന്നെ എങ്ങനെ പോകുന്നു കുടുംബജീവിതമൊക്കെ? നന്നായി പോകുന്നു. കണ്ടിട്ട് ഒരു സ്കൂൾ സ്റ്റുഡന്റിനെ പോലെയാണല്ലോ തോന്നുന്നത്. എന്റെ മകൻ 10ലാണ് പഠിക്കുന്നത്. അയ്യോ, അത് അന്തം വിട്ട കാര്യമില്ല. നേരത്തും കാലത്തും കല്യാണം കഴിക്കണം. 10ാം ക്ലാസ്സിലോ? അതെ അതെ. എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത്. അതെ, ഞങ്ങൾക്ക് വിശ്വസിക്കുമ്പോൾ എങ്ങനെ ഇങ്ങനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. കഴിക്കാണ്ടിരിക്കണം, പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ടിരുന്ന ഇങ്ങനെയൊക്കെയാ നമ്മളൊക്കെ ജോലി എടുക്കുന്നുണ്ട്. ബട്ട് ഐ എം ടെലിംഗ് യു, ട്രസ്റ്റ് മീ, ശരണ്യ കണ്ട പറയത്തില്ല 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചാണ്. 10ാം ക്ലാസ്സിലേ പഠിക്കുന്നേ പറയുള്ളൂ, അതുപോലെ പറയത്തില്ല. കിടിലം. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഇപ്പം വാർഡ് മെമ്പറാണ്. ആഹാ, അടിപൊളി. പിന്നെ ഓട്ടോ പഠിക്കുന്നുണ്ടായിരുന്നു. അതെ അതെ. ഈ ഇലക്ഷനിലും കഴിഞ്ഞ ഇലക്ഷനിലും 5 വർഷക്കാലം ആയിരുന്നു. പക്ഷേ അപ്പൊ ഈ പിള്ളേരൊക്കെ പഠിക്കുന്നവരാണോ കൂടെ, അതോ നിങ്ങളുടെ കൂടെ അവിടെ പഠിക്കുന്ന വെച്ചാൽ നിങ്ങളുടെ ടീമിലുള്ളതാണെന്ന് എനിക്കറിയാം. എങ്ങനെയാ നിങ്ങൾ തമ്മിലുള്ള പരിചയം കാര്യങ്ങളൊക്കെ? ഞങ്ങള് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ അല്ലാതെ ഞങ്ങളുടെ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളും ഇതിനകത്തുണ്ട്. +2 പഠിക്കുന്ന മക്കളെ അമ്മമാരും ഇതിനകത്തുണ്ട്. ഇത് ഭയങ്കര ഡേഞ്ചർ ആയ സിറ്റുവേഷൻ. എനിക്ക് ഇത് കാണുമ്പോ കുറെ വിഗ്രഹങ്ങളാണ്. അത് വെറുതെ വീണുടഞ്ഞു പോട്ടെ, അതങ്ങനെ അവിടെ ഇരുന്നോട്ടെ. എന്നാലും കൊതി കൊണ്ട് കൗതുകം കൊണ്ട്. ആരാണ് അമ്മ? 10ൽ പഠിക്കുന്ന മോനുണ്ട്. ഈശ്വരൻ. അടിപൊളി. +1 ആരുടെയാ? പേരെന്നാ? എന്റെ പേര് രോഹിത. മോളുടെ പേര് നിഹാരിക. നിഹാരിക. +2 ഉണ്ടോ? +1 ഉള്ളു. കോളേജ് ഇല്ല. ഓ, രക്ഷപ്പെട്ടു. സമാധാനം. ഞാൻ ഇനി അടുത്ത് പ്രതീക്ഷിച്ചതേ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുമോനോട് പറയുമോ എന്ന് ഞാൻ പേടിച്ചില്ല. പക്ഷെ അത് വന്നില്ല. ഓക്കെ, കൊള്ളാം. എന്തായാലും ഇവര് ഡാൻസ് കളിച്ച് ഇവര് ആ എനർജി വൈബ് കൊണ്ടുവന്നു. ഇപ്പൊ ഇവരുടെ ആ ഒരു ഏജ് പറഞ്ഞില്ലെങ്കിലും പിള്ളേരുണ്ട്, ഹൗസ് വൈഫ് ആന്ന് പറഞ്ഞ് നമുക്ക് റോൾ മോഡൽസ് ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ശ്രീവിദ്യ ചേച്ചി വിട്ടേക്കുന്നു. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അല്ല യു ആർ ടു ഗുഡ് ലുക്കിംഗ്. പക്ഷെ ഞാൻ ശ്രീവിദ്യ എല്ലാ ദിവസവും ഇവിടെ വരുമ്പോൾ പറയും ബട്ടർ മൺ എന്തെങ്കിലും പറഞ്ഞ് എന്റെ തലയിലും കൂടെ നമ്മുടെ ബോഡി ഇനിയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്ന് മുതൽ നമ്മൾ ഇവരെ പോലെ ആകാം. ഓക്കെ, ഡാൻസ് കളിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണോ നീ ഡാൻസ് കളിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, വേറൊരു കാര്യമുണ്ട്. അതിന് ഇവരെ പോലെ പിള്ളേരുണ്ടാവണം. എന്നാലല്ലേ റോൾ മോഡൽസ് ആകാൻ പറ്റും. കുഴപ്പമില്ല, ഞാൻ ശ്രമിക്കാം. ഗുഡ്. എന്നിട്ട് ഞാൻ ഈ മാത്രം ശ്രമിച്ചാൽ പറ്റില്ല, അവരോട് ശ്രമിക്കാം. ശ്രീവിദ്യ, നീ ആദ്യം ശ്രമിച്ചോ, പിന്നാലെ ഞാനും ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏറ്റവും സീനിയർ ആരാണ്? സീനിയർ അയ്യോ, നീ നിന്നല്ലടി, എലീന ഒഴികെ. അമ്മൂമ്മ മാറിയിരിക്കൂ. സീനിയർ ഇതാണോ? ചുമ്മാ നോണ പറയല്ലേ. മറികെ എന്തു കള്ളത്തരോ നിങ്ങൾക്ക് പറയാൻ പറ്റൂല. 39 വയസ്സാവാറായി. ഓ, അമ്മച്ചി 19 വയസ്സിലൊക്കെ ശ്രീവിദ്യ എണ്ണത്തോണിയിലായിരിക്കും. പറയില്ല, നോണ പറയാന്നേ ഞങ്ങൾ പറഞ്ഞു. ശരി, അപ്പൊ ഏറ്റവും ജൂനിയർ ആരായിരിക്കും? ഞാനാണെന്ന് എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ് പിന്നെ ജൂനിയർ ആരാണ്? ഏറ്റവും ജൂനിയർ ആരാ? 18 വയസ്സ്, 19 വയസ്സ്, 20, 21, 22, 22 ആരുണ്ട്? 22, 18, 13. അതോടെ എത്ര വയസ്സ്? 13. അയ്യോ, ആരുടെ മോളല്ലല്ലോ. അമ്മയും മോളും ഒന്ന് മാച്ച് ഫോളോയിങ് ഒന്ന് ഒരുമിച്ച് നിൽക്കും. അമ്മയും മോളും രണ്ടോ? ഈശ്വര, ഈ കൊല്ലം ജില്ലയിൽ ഇത് എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? നമ്മൾ കൊല്ലത്തേക്കാണ് മാറേണ്ട ശ്രീവിദ്യ. ഇത് അമ്മയും മക്കളും ആണോ? ഇത് 3 സിസ്റ്റേഴ്സ്. പേരെന്തോ പറയോ? ആരാണ് അമ്മ, ആരാണ് മക്കൾ? അജിത. ഇതിട്ടിരിക്കുന്നതേ കോസ്റ്റ്യൂമിന്റെ ഭാഗമായിട്ടല്ല. ഞാൻ വെച്ചു ലെൻസ് വെച്ചിട്ട് ഒന്നും ആ മനസ്സിലാവും. ക്യൂട്ടിയുടെ പേരൊന്ന് പറയേ. അജിത. മോടെ പേര് ആദിത്യ ഉദയൻ. അദ്വൈത ഉദയൻ. നിങ്ങൾ 3 പേരും പോകുമ്പോ എന്തായാലും ചോദിക്കാറുണ്ടാവുമല്ലോ സിസ്റ്റേഴ്സ് ആണെന്ന്, ഇല്ലേ? അവൾക്ക് താല്പര്യമില്ല. അവള് നിങ്ങക്ക് താല്പര്യം ഇല്ലല്ലേ ഇങ്ങനെ ഒരു അമ്മ, സ്ലിം ബ്യൂട്ടി അമ്മ എന്നുള്ളത്? ഈ അമ്മ പാവമാണോ ഭയങ്കര ദുഷ്ട അമ്മയാണോ? അത് തോന്നിയോ? അമ്മ പിച്ചെന്ന് പിറകുന്നു. അമ്മേനെ ഇവരാണ് വരച്ചവരെ നിർത്തുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, കൊള്ളാം കേട്ടോ. നിങ്ങൾ തിരിച്ചു നിന്നോ. സൂപ്പർ. ഇനിയുണ്ടോ അമ്മയും മക്കൾ ഇവിടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടോ? അമ്മയാരാ? ഹായ് അമ്മ. മകളാരാ? 2 പേരുണ്ട്. അപ്പൊ കുടുംബപരമായ ട്രൂപ്പാണ് എല്ലാരും. ശരി, ഈ ക്യൂട്ടീസിന്റെ പേരുകളോട് നമുക്ക് ചോദിച്ചറിയാം. അമ്മയുടെ പേര് എങ്ങനെയാ? ദീപ. എന്റെ പേര് അനഘ. ഓക്കെ. ആദിത്യ സുരേഷ്. കൊള്ളാം. ഇനിയുണ്ടോ മാച്ച് ദ ഫോളോവിങ്? Fill in the blanks ഉണ്ടോ? Suitable. ഒന്നുമില്ലല്ലോ. അനിയത്തിയും ചേട്ടത്തിമാരുണ്ട്. നിങ്ങളാണോ?
ഉറക്കാടെ നിങ്ങൾ കണ്ടു ചേട്ടാ ഇത് സംഭവം എന്താന്ന് മനസ്സിലായില്ലേ? ചേട്ടൻ പറഞ്ഞ പോലെ ഇതൊരു കുടുംബമായിട്ട് എല്ലാരും അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അതെ അടിപൊളി കേട്ടാ എന്തായാലും ഡാൻസ് കൊണ്ട് ഇവർ ആ എനർജി കീപ്പപ്പ് ചെയ്തു. പിന്നെ ഇവരുടെ ലുക്സ് കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തി. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഞങ്ങളുടെ ഈ ഷോയിലേക്ക്. ദിസ് ഇസ് ക്യൂട്ടി ദ ബ്യൂട്ടി ഷോ പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ് പവർഡ് ബൈ അമൃതവേണി ലൈഫ് കിറ്റ് കോ പവർഡ് ബൈ രാജകുമാരി ഗ്രൂപ്പ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. അവിടെ ഇരുന്ന് ചിരിക്കുക, ചിരിച്ച് ആർമാദിക്കുക ഇന്നത്തെ ദിവസം. ഓക്കെ, നിങ്ങൾക്ക് തരാൻ ഒരൊറ്റൊരാളേ ഉള്ളൂ ഇന്ന് കോമഡി മാസ്റ്റേഴ്സിൽ, നമ്മുടെ സ്വന്തം അമ്പിളിക്കുട്ടൻ. ഇന്ന് എന്ത് പരിപാടിയായിട്ടാണോ അമ്പിളിക്കുട്ടൻ വരാൻ പോകുന്നത്? എന്തോ ഈ വൈഖരി വന്നോണ്ട് അമ്പിളിക്കുട്ട ഇന്ന് ഇവിടെ കിടന്ന് മെഴുകും. ഇവിടുന്ന് ഒരു ബാഗ് എടുത്തോണ്ടാ പോയിരിക്കുന്നേ. എന്താന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് നോക്കാം. എന്തായാലും തിരിച്ച് ഇവിടെ തന്നെയല്ലേ കറങ്ങി തിരിച്ച് വരിക. നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊരു ചൊറിച്ചില്, ഈ പേൻ കടിക്കുന്ന ഭയങ്കര കടി. ഞാൻ എവിടെ ഒളിച്ചിരിക്കുന്നത്? ആ ഇവിടെ ഇരിക്കുകയാണല്ലേ നിന്നെ ഞാൻ. പോടാ. അപ്പൊ ആ കടി അങ്ങ് മാറി. ചേച്ചി എന്താ ചേച്ചി ഇവിടെ? അല്ല, ഒരു ട്രിപ്പ് ഉണ്ട്. അയ്യാതെ ഇവിടെ അല്ല, സർക്കാർ ആശുപത്രിയില്ലേ, ലൂക്കോസിന്റെ ട്രിപ്പ്. അമ്പിളിക്കുട്ട എവിടെ പോണേ? ഞാൻ അമേരിക്കയിൽ പോന്നു ജോലിക്ക്. എന്തിന്? ഞാൻ എനിക്ക് ഇവിടെ മടുത്ത് ചേച്ചി. മര്യാദക്ക് ഇവിടെ കോമഡി മാസ്റ്റേഴ്സിലെല്ലാം ഇവിടെ വന്ന് സ്കിറ്റ് എല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ട്. അവിടെ പോയിട്ട് എന്തിനാ അവരെ ഇല്ല ബുദ്ധിമുട്ടിക്കില്ല? ചേച്ചി, എനിക്ക് സ്കിറ്റ് കളിക്കാൻ പറ്റുന്ന, എനിക്ക് അറിഞ്ഞുകൂടാ സ്കിറ്റ് കളിക്കാൻ. അമ്പിളിക്കുട്ടന്റെ ശക്തി അറിയില്ല, അതാണ് പ്രശ്നം. ഒന്നും അല്ല ചേച്ചി. അങ്ങനെയാണെങ്കിലേ ആന തടി വലിക്കും, അതിനെ കൊണ്ട് ബീഡി വലിക്കാൻ പറ്റുമോ? ഇല്ല. കോടാലി കൊണ്ട് മരം മുറിക്കാൻ പറ്റും, അതുകൊണ്ട് മീശ മുറിക്കാൻ പറ്റുമോ? ഇല്ല. തേനീച്ചയ്ക്ക് ഓടിച്ചിട്ട് കുത്താൻ പറ്റും, പക്ഷെ അതിന് നമുക്കൊരു പൊട്ട് കുത്തി തരാൻ പറ്റുമോ? അതാണ് പറയുന്നത്, ഓരോരുത്തർക്കും അവരവർക്ക് ചേരുന്ന പണിയുണ്ട്, അത് ചെയ്യണം. ശരി. അത് മാത്രമല്ല ചേച്ചി, എന്റെ വീട്ടുകാർക്കൊന്നും എന്നെ ഇഷ്ടമല്ല ചേച്ചി. എന്റെ അമ്മയ്ക്കൊന്നും എന്നെ ഒട്ടും ഇഷ്ടമല്ല. പണ്ട് അമ്മ കൊച്ചിലെ അമ്മ എന്റെ അടുത്ത് പറയും ചോറുണ്ടാ മുട്ടായി മേടിച്ചു തരാന്ന്. ആ അമ്മ ഇപ്പം പറയുക പണിക്ക് പോയി വീട്ടിന് ചെലവിന് കൊടുത്തില്ലെങ്കിൽ പച്ച വെള്ളം തരത്തില്ല. അമ്മ ആളാകെ മാറിപ്പോയി. അമ്മ ആളാകെ മാറിയതല്ല, വല്ല ജോലിക്കും കൂലിക്കും പോയിട്ട് വീട്ടിൽ അരി മേടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ എല്ലാ വീട്ടിലെ അമ്മമാരും ഇതൊക്കെ പറയും. ഞാൻ എല്ലായിടത്തും കയറി പിടിക്കുമല്ലോ. അവന് ഹെൽമെറ്റ് ചെക്കിംഗ് ഉണ്ട്, എല്ലാ വളവിലും ഉണ്ട്. അത് പുതിയ ആളാണല്ലേ. നിങ്ങളെ പേരെന്തെന്ന്? അഖിൽ. കോപ്പി അടിച്ച് പറയാനല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വ്യക്തിത്വം വേണം. നിങ്ങളെ പേര് വെച്ചാൽ നിങ്ങളുടെ പേര് പറയണം. എന്റെ പേരാണ് അഖിലെന്ന്. അങ്ങനെ പറയരുത്. നമുക്കൊരു ഇത് വേണം, നമുക്ക് ആത്മവിശ്വാസം. ചാറ്റർജി. ചാറ്റർജി അല്ല, സ്ട്രാറ്റജി. ആ അത് വേണം, അത് വേണം. നിനക്കുണ്ടോ ഈ സ്ട്രാറ്റജി? ഉണ്ടായിരുന്നു. അത് പ്ലെയിനിൽ 15 കിലോ കൂടുതൽ കയറ്റിൽ തുറഞ്ഞോണ്ട് ഓണ്ട് അവിടെ കളഞ്ഞു. ലോകഗണ മിടുക്കനല്ലേ പറഞ്ഞു. എനിക്കും തോന്നി. താങ്ക് യു. എനിക്ക് പോണം, എനിക്ക് സമയമില്ല. എനിക്ക് പ്ലെയിൻ എപ്പോഴാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞൂടെ. ഇല്ല യൂസ് ഫ്ലൈറ്റാ, ഇപ്പൊ ചാർട്ട് ആയതേ ഉള്ളൂ. ഓക്കെ വിളിക്കാം തിരിച്ചു വിളിക്കാം. താങ്ക് യു. അണ്ണാ, വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? ഐ ആം അമ്പിളിക്കുട്ടൻ. യുവർ നെയിം ഈസ് വാസ്. വെൽക്കം. ഇയാള് എവിടെ പോകാൻ നിൽക്കുക? ഞാൻ അമേരിക്കയിലോ? ഫ്ലൈറ്റ് ഒക്കെ ചാർട്ടായോ? ഞാൻ ആയിട്ടുണ്ട്. ആണല്ലേ? ഓ ശരി. സംഭവം ഇയാൾക്ക് ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടാണ് ഇയാൾ സംസാരിച്ചത്. എനിക്കറിയാം. ആരാണ്? നിങ്ങൾ മറ്റേ പ്ലെയിന്റെ ഡ്രൈവർ അല്ലേ? പ്ലെയിൻ ഓടിക്കുന്ന ആളെ ഡ്രൈവർ എന്നാണ് പറയുന്നത്. പിന്നെ എനിക്കറിയാത്. മറ്റേ നാക്കിന്റെ തുമ്പിലുണ്ട്. എനിക്ക് പറയൂ. നമുക്ക് വരുന്നൊരു അസുഖമാണ്, ബാക്കിലൊക്കെ വരുന്നൊരു അസുഖം. അതാണ് എനിക്ക് മുഖപരിചയം ഇല്ലാത്തത്. അത് വേറെ എന്തിനാണ്? പൈലറ്റ്. അത് തന്നെയാണ്. പൈൽസും പൈലറ്റും തമ്മിൽ എന്താണെന്ന് അറിയില്ല. ആ പൈൽസും പൈലറ്റും അതൊക്കെ എനിക്കറിയാം. ഈ പൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കണം. പൈലറ്റോ? നോക്കിക്കൊണ്ടിരിക്കണം. പഠിത്തം വിവരമൊന്നും ഇല്ലല്ലേ? അയ്യോ, ആര് പറഞ്ഞ്? എനിക്ക് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്. വിദ്യാഭ്യാസമുള്ള പിന്നെ സാറന്മാരാണ് എന്നെ ചതിച്ചത്, അതാ വിഷയം. സാറന്മാർ എങ്ങനെ ചതിച്ചെന്ന് വെച്ചാല് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സാറ് പറഞ്ഞ് ഈ എക്സ് വരത്തില്ലേ, അതൊക്കെ റോമൻ ലെറ്റർ ആണ്. ഉദാഹരണത്തിന് എക്സിന്റെ ഇപ്പുറം ഒരു 1 ഇട്ടാ അത് 9ാം ക്ലാസ്, എക്സ് മാത്രം ഉണ്ടെങ്കിൽ 10ാം ക്ലാസ്, എക്സിന്റെ ഇപ്പുറം ഒരു 1 ഇട്ടാ 11ാം ക്ലാസ്,
അങ്ങനെ എക്സ് 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 ഒക്കെ ഇട്ടാ എല്ലാം റോമൻ ലെറ്റർ റോമൻ ലെറ്റർ ആണ്. അല്ല പിന്നെ ചുമ്മാ എന്നെ പറ്റിച്ചാണ്. ഞാൻ വീട്ടിൽ പോയി ഗൂഗിളിൽ തപ്പി നോക്കി എക്സ് 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 എന്നിട്ട് റോമൻ ലെറ്റർ അല്ല. റോമിൽ തുണി കൊടുക്കാനില്ലാത്ത പാവപ്പെട്ട രാജ്യത്തെ ആരെയോ ഒരു സംഭവമാണ് ഈ എക്സ് 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 എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് ഈ തുണി കൊടുക്കാനില്ലാത്തോണ്ട് അവര് ഭയങ്കര കരച്ചിലോട്ട് ദൈവത്തിനെ വിളിച്ചു. ഓ മൈ ഗോഡ്. എന്തെങ്കിലും പറഞ്ഞോണ്ടിരും. ഇവരല്ല വിദ്യാഭ്യാസമല്ല. ഇയാൾ അമേരിക്ക പോകാൻ വേണ്ടി നിൽക്കുകയല്ലേ? അമേരിക്ക പോകണേ അത്യാവശ്യം മിനിമം ഇംഗ്ലീഷ് എങ്കിലും അറിഞ്ഞിരിക്കണം. അതൊക്കെ എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ അറിയാം. അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. ശരി, സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ. താങ്ക് യു എന്താണ് അർത്ഥം? അവളെ കാര്യം പറയരുത്. എവളെ കാര്യം? അവൾ ഒരുത്തിയാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. താങ്ക് യു. ഈ താങ്ക് യു അവളാ? മനസ്സിലായില്ല. താങ്ക് എന്ന് പറഞ്ഞ എന്തുവാ? താങ്ക് എന്ന് പറഞ്ഞ നന്ദി. യു എന്ന് പറഞ്ഞ നീ. അപ്പൊ നന്ദിനി. അവളാണ് എന്റെ ജീവിതം തൊലിച്ചത്. കാരണം അറിയാമോ, ഞാൻ അവളോട്ട് പ്രേമമായിരുന്നു. ആ പ്രേമത്തിന് തറക്കല്ലിട്ടത് ഞാൻ, അടിസ്ഥാനം ഇട്ടത് ഞാൻ, മതില് കെട്ടിയത് ഞാൻ, തേച്ചത് അവള്. ഒരു വിഷമമായിരുന്നു. പിന്നെ അവള് എഴുത്തെഴുതി വെച്ചിട്ട് ഒന്നും മിണ്ടാതെ പൊക്കളഞ്ഞു. എന്തോന്ന് എഴുതി വെച്ച്? വിവരമില്ലായ്മ കാരണം കൂടെ ജീവിക്കാൻ പറ്റില്ല. എന്റെ കൂടെ ഒരു വർഷം നിന്നെങ്കിൽ ഞാൻ വിവരം പഠിപ്പിച്ചു കൊടുത്തേ. ഒരു സുഹൃത്തെ, തനിക്ക് വിവരമില്ലെന്നാണ് ഉദ്ദേശിച്ചത്. എനിക്കാ? അത് ചോദിക്കണമല്ലോ. പിന്നെ സാറേ, അവള് പോയോണ്ട് ഞാനൊരു പട്ടിക്കുട്ടിയെ മേടിച്ച് വളർത്തി സാറേ. അവളെ ഓർമ്മയ്ക്ക് അവളെ നോക്കുന്ന പോലെ ഞാൻ നോക്കി. രാവിലെ കൊണ്ട് എല്ലാം മേടിച്ചു കൊടുക്കും. എന്നിട്ട് എനിക്ക് അവളുള്ള സ്നേഹ കാരണം ആ പട്ടിക്കുട്ടിക്ക് അവളെ പേരിട്ട് സാറേ നന്ദിനി. എന്നിട്ട് രാവിലെ അതിനെയും കാണാനില്ല. കുട്ടിയും തേച്ചല്ലേ? അങ്ങനെ ഞാൻ വീട് വിട്ടിറങ്ങി സാറേ. അയ്യോ, അപ്പൊ ഊണ് ഉറക്കമൊക്കെ ലോഡ്ജില്. ലോഡ്ജിലോ? പിന്നെ സാറ് വേറെ കാര്യമുണ്ട്. നമ്മൾ ലോഡ്ജിലൊക്കെ റൂം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവര് നമ്മളെ പറ്റിക്കും. എങ്ങനെ പറ്റിക്കും? സാറേ, നമ്മൾ ലോഡ്ജിൽ നിന്നാണ് റൂം എടുക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഒന്ന് ഫ്രഷ് ആവണം, ഒന്ന് ഉറങ്ങണം അല്ലേ? തന്നെ അതിന് അവര് 1000 രൂപ മേടിക്കും. അതിനിപ്പോ എന്ത് കുഴപ്പം? നമ്മളെ പറ്റിക്കുന്നല്ലേ. അതെങ്ങനെ പറ്റിക്കുന്നത്? ഒന്ന് ഉറങ്ങാൻ 1000 രൂപയെ. അമ്പിളിക്കുട്ടനെ പറ്റിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ 1000 രൂപ കൊടുത്തിട്ട് രാത്രി ഉറങ്ങാതെ കുത്തിയിരിക്കും. 4 വട്ടം കക്കൂസി പോവാ, 5 വട്ടം കുളിക്കുകയും ചെയ്യും. അവരെ ഞാൻ പറ്റിക്കും. അതാണ് ഭയങ്കര ബുദ്ധിയാണ്. ഭയങ്കര ബുദ്ധി കേട്ടോ. ഇതുകൊണ്ടാണ് അമേരിക്ക പോകാൻ പോകുന്നത്. അമേരിക്ക പോകുന്നത്. സത്യം പറഞ്ഞ അമേരിക്ക പോകുന്നത് എന്തിനാണ്? അമേരിക്ക പോകുന്നത് അവിടെ പത്രത്തിൽ പരസ്യം ഉണ്ടായിരുന്നു സാർ. എനിക്ക് ജോലി, നല്ല ജോലി. അതിന് എല്ലാ സാധനവും ഉണ്ടാണ്ട്. കത്തിയുണ്ട്, തോക്കുണ്ട്, എല്ലാം ഉണ്ട്. കത്തിയും തോക്കൊക്കെ എന്താണ് അമേരിക്കയിൽ യുദ്ധത്തിന് പോകുന്നത്? പത്രത്തിൽ പരസ്യം ഉണ്ടായിരുന്നു. എന്തോന്ന് പരസ്യം? എന്റെ അമേരിക്കയിൽ മലയാളി ഹോട്ടലിൽ പോരാട്ടക്കാരന് ആവശ്യമുണ്ട്. ആണ്ടെ മലയാളി ഹോട്ടലിലേക്ക് പൊറോട്ടക്കാരന് ആവശ്യമുണ്ട്. പൊറോട്ടയാ? പൊറോട്ടക്കാരനെന്നാണ്. പൊറോട്ട അടിക്കാനാണ് അമേരിക്ക പോകുന്നത്. പൊറോട്ട അടിക്കാൻ ഞാൻ? അയ്യേ, അത് വേറെ ആവശ്യം കൂടെ ഉണ്ട്. ആവശ്യം? എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് സാർ. എനിക്ക് വൈറ്റ് ഹൗസ് ഒന്ന് കാണണം. ഇതിനാണ് വൈറ്റ് ഹൗസ് കാണുന്നത്? അതിന്റെ കളർ ഏതാണെന്ന് അറിയാം. ഇയാള് വൈറ്റ് ഒക്കെ അസൈൻ ചെയ്തായിരുന്നു? ചെയ്തു. ഇതല്ല ഇയാള് പൊക്കോ. സാറിന്റെ പ്ലെയിനിൽ എന്നെ ഇവിടെ കൊണ്ടുപോകും? എന്റെ പ്ലെയിനിൽ കൊണ്ടുപോകാനോ? ഒരു സെക്കൻഡ്, എനിക്ക് കോള് വരുന്നു. വൈഫ് വിളിക്കുക, മിന്നുവാ. അത് ലൂസ് കണക്ഷൻ ആയോണ്ടോ? ഒന്നുകൂടെ ഊരി കുത്തി നോക്ക്, കത്തും. എന്റെ ഭാര്യയുടെ പേരാണ് മീനാക്ഷി. മിന്നു എന്നാ വിളിക്കുന്നത്. എന്തിനു ഞാൻ? ഹലോ മോളു, മിന്നു. ഇല്ല ഫ്ലൈറ്റ് കയറാൻ പോകുന്നേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യില്ല. പറയൂ. അല്ല, ഷോപ്പിങ്ങിന് പൊക്കോ, ഞാൻ താമസിക്കും. US ഫ്ലൈറ്റ് ആണ്. ഓക്കെ മോള് പൊക്കോ. ഞാനില്ല, കുഴപ്പമില്ല. എടുത്തിട്ട് എനിക്ക് വാട്സാപ്പിൽ അയച്ചാൽ മതി. ഞാൻ സെലക്ട് ചെയ്യാം. കുഴപ്പമില്ല. ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോ. കളർ നോക്കണ്ട. ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു. ഓക്കെ മോള്, ഓക്കെ. എന്തിനും ഞാൻ വേണം കേട്ടോ. ഒരു ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ, ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. പക്ഷെ എത്ര കടയിൽ കയറി ഇറങ്ങണമെന്ന് അറിയാമോ? കയറി ഇറങ്ങി ഒന്നും ഇഷ്ടപ്പെടത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ആദം ഹവ്വ ഇല്ലേ, ആ പണ്ട് കാലത്തുള്ള, ഈ ആദത്തിന്റെയൊക്കെ ഭാഗ്യം ആലോചിച്ചോ. ഇലകളിലേ ധരിക്കൂ, ബുദ്ധിമുട്ടില്ലല്ലോ. അയ്യോ, സാറിന്റെ തെറ്റിദ്ധാരണയാണ്. എത്ര മരത്തിൽ കയറി ഇറങ്ങിയിട്ടാണ് അറിയാമോ ഇലകളൊക്കെ. ഇത് ഈ ഇല വേണോടി, ആലല്ല അപ്പുറത്തല്ല, ഇത് വേണോടി, ഇതല്ല അത്. ഡെയിലി ഇല മാറ്റാൻ വേണം. പാപം ആദം എത്ര മരത്തിൽ കയറി ഒരഞ്ഞു വാരി ഉറുമ്പടിച്ച് ഊപ്പാട് വരും. അതാണല്ലേ സംഭവം. അല്ല, ഞാനേ ഇപ്പം പറയുന്നത് വെച്ചാൽ ഈ അമേരിക്കൻ ഫ്ലൈറ്റിൽ പോവാനായിട്ട് ഇയാൾ റിയാൻ നിൽക്കുകയാണ്. പോവാം. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇല്ല ഫ്ലൈറ്റിൽ പൊക്കോളാം. ഏത്? അത് പ്രൈവറ്റ് ജെറ്റ് ആണ്. അതിന് പൈസ കൂടും. ആര് പറഞ്ഞു? KSRTC ജെറ്റ് മതി. അത് മതി. KSRTC ജെറ്റാ? മനസ്സിലായില്ല. പ്രൈവറ്റുകാർക്ക് ജെറ്റ് ഉണ്ടെങ്കിൽ KSRTCക്കും കാണും. പൈസ കുറയാനകത്ത്. ഞാൻ ആരടുത്ത് ഇതൊക്കെ പറയണം? എന്റെ അടുത്ത് ഇയാള് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഇയാൾ നമ്മൾ ഒരു കാര്യം ചെയ്യാം. നമ്മളിപ്പോ അമേരിക്കയിലൊക്കെ പോവല്ലേ, വലിയ വലിയ മഹാന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തിയെടുക്കണം. നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും, ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. ഒരുപാട് മഹാന്മാർ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ഞാൻ പതിയെ നടക്കൂ, പക്ഷെ മുന്നോട്ടേ നടക്കൂ. എബ്രഹാം ലിങ്കൺ. ഞാൻ നടക്കുന്നത് പുറകിലോട്ടായിരിക്കും, പക്ഷേ എന്റെ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ കുതിച്ചു ചാടും. ബറാക് ഒബാമ. എനിക്ക് നടക്കേണ്ട ആവശ്യമില്ല, എനിക്ക് സൈക്കിളുണ്ട്. അമ്പിളിക്കുട്ടൻ. അതുകൊണ്ട് എഴുതി കേക്ക്. ഞാൻ ഒന്നും പറയുന്നില്ല സാറേ. എന്നോട് കൊണ്ടുപോ സാറേ.
എന്റെ ഫ്ലൈറ്റിലാണോ? സാറിന്റെ അതെന്ന് തോന്നുന്നു. ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് പിന്നെ എവിടെ ടിക്കറ്റ് ഇല്ല. വിസ? വിസ എവിടെ വിസ ഇല്ല. പാസ്പോർട്ട് ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പിന്നെ ഫ്ലൈറ്റ് കയറാൻ പാസ്പോർട്ട് വേണ്ടേ? പ്ലെയിനിൽ കയറാൻ പാസ്പോർട്ട് വേണം. പിന്നെ സാറിന്റെ ഉണ്ടോ ഇതൊക്കെ? എന്റെ ഉണ്ട്. ഞാൻ സാറിന്റെ പാസ്പോർട്ട് പ്ലെയിനിൽ കയറിയിട്ടൊക്കെ തിരിച്ചു തരാം. സാറേ എന്നോട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സാറേ ഒരു കാര്യം ചെയ്യും, ഞാൻ സാറിന്റെ അടുത്ത് മിണ്ടാതിരുന്നോളാം. ഞാൻ സഹായിക്കുകയൊക്കെ ചെയ്യാം. കോക്പിറ്റിലോ? എവിടെ ആയാലും ഇരുന്നോളാം, ഞാൻ ഗിയറൊക്കെ മാറി തരാം. അങ്ങനെ ഇരിക്കാൻ പറ്റില്ലെന്ന്. ഓ ഭയങ്കര ചാട്. ആരും പറഞ്ഞു ഞങ്ങൾ അവിടുത്തെ ടക്കറിൽ സുഖമാണ് എന്നെ അടുത്തിരുത്തൂല്ലേ, ഞാനാണ് ഗിയർ മാറി കൊടുക്കുന്നത്, വഴി പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ സാറിന് ഇരുത്തിയ ഈ പ്ലെയിൻ അമേരിക്കയിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാ? ഞാൻ ആരാ? അയ്യോ ഞാൻ എന്റെ പേരെന്തായിരുന്നു? എനിക്കെങ്ങനെ അറിയാം? അയ്യോ എന്റെ പേര് പറഞ്ഞു. ഒരു മിനിറ്റ്. അതിനകത്തുണ്ടോ? ഒന്നു. അയ്യോ അണ്ണ മറ്റേ കിണേന്ദ്ര സിംഗ് വിളിക്കുന്നത്. ഒരു സെക്കൻഡ്. എടാ നിന്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ ഫോണിൽ വിളിക്കരുത്, എന്നെ ശല്യപ്പെടുത്തരുത്. നിന്റെ അടുത്ത് ഒരുപാടുണ്ട്. ഇനി മേലാൽ എന്റെ ഫോണിലോട്ട് വിളിച്ചാൽ നിന്റെ കാലും കൈ അടിച്ചോടിക്കും കേട്ടാ അമ്പിളിക്കുട്ട. അമ്പിളിക്കുട്ടൻ എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സംസാരിച്ചോണ്ട് എന്റെ ഫ്ലൈറ്റ് പോകും. സാറേ എന്നോട് കൊണ്ടുപോകും. സാറേ എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ കൊണ്ടുപോകാനത് ബുദ്ധിമുട്ടാണ്. സോറി സാറേ. ഓക്കെ അമ്പിളിക്കുട്ടാ എന്തിനാ കരയുന്നത്? സങ്കടമാണോ? സന്തോഷം കൊണ്ടായി. സന്തോഷത്തോട് എന്തിന്? എനിക്ക് അമേരിക്കയിൽ പോകാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ഇനി നിങ്ങളെയൊക്കെ ഉപദ്രവിക്കാമല്ലോ. അത് ആലോചിക്കുമ്പോ ഒരു സന്തോഷം. എന്നോട് കാര്യം പറഞ്ഞു കൊടുത്ത പൈലറ്റ് ഇല്ലേ, പുള്ളി ഓടിച്ച ഫ്ലൈറ്റാ പോയത്. അണ്ണാ കിടിലോ ഭയങ്കര പൊക്കോ പുള്ളി അങ്ങ് പൊങ്ങും പോകും. സാറാ? ഓ സാറിന്റെ പ്ലെയിനില്ലേ ഇപ്പൊ പോയത്? ഞാൻ ഓടിക്കേണ്ടതായിരുന്നു. നിന്നോട് സംസാരിച്ചോണ്ടിരുന്ന സമയം പോയില്ലേ? വേറെ ആരും എടുത്ത് ഓടിച്ചു. വേറെ ആരെടുത്ത് ഓടിച്ചത്? അയ്യോ അപ്പൊ സാറിന്റെ ജോലി? ഒരുത്തന്റെ ജീവിതം കൂടെ ഇല്ലാതാക്കിയല്ലടാ. സമാധാനായില്ലേ? ഞാൻ ആരെടുത്ത് ഇനി ജോലിക്ക് വേണ്ടി തരണം സുഹൃത്തേ. എന്റെ ദൈവമേ. സാറേ പിന്നെ അങ്ങനെയൊക്കെ പോയല്ലേ, വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഏത്? ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കോ? ഇനി അതും കാണിക്കാം. എന്താ കാണിച്ചത്? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആരെങ്കിലും തൊപ്പി ഒന്ന് തെറിപ്പിക്കണം. സമാധാനായല്ലേ? മതിയാ? അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അൺടോൾഡ് സ്റ്റോറി കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞെട്ടും. എന്ത് എന്ന് നിങ്ങൾ ചിന്തിക്കും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യൻ സിനിമയെ ഞെട്ടിച്ച ബാഹുബലിയുടെ ആരും അറിയാത്ത കഥ, ആരും പറയാത്ത കഥ. അത് നമ്മുടെ ഫ്ലോറിലാണ്. ഇന്ന് ലോകം, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ എല്ലാം അറിയാൻ പോകുന്ന എല്ലാരും ഞെട്ടും. ഞെട്ടിക്കാനായിട്ട് വരുന്നത് നമ്മുടെ ശരത്ത്, ഷൈന്, ഐശ്വര്യാണ്. അവര് വരുന്നതിന് മുമ്പ് എല്ലാരും ചാർജ് ആവണം. ചേച്ചി ബാറ്ററി ഓൺ ആവണം. ബാറ്ററി ഓൺ ആയി. അപ്പൊ ബാറ്ററി ഓൺ ആക്കിയിട്ട് നിങ്ങൾ ചിരിക്കണം. നിങ്ങൾ ചിരിക്കുന്നതിനനുസരിച്ചിട്ടേ ആ ബാറ്ററി ചാർജ് ആവുള്ളൂ. എന്നാലേ അവർക്ക് പൈസ കിട്ടുള്ളൂ. എന്നാലേ നമുക്ക് ഇന്ത്യൻ സിനിമനെ ഞെട്ടിക്കാൻ പറ്റുള്ളൂ. സോ വെൽക്കം ശരത്, ഷൈൻ ആൻഡ് ഐശ്വര്യ. എന്റെ മകൻ, എന്റെ മകൻ അടിക്കണം അങ്ങോട്ട്. അടിക്കാൻ ആടി. ഇവിടെ ആരും ഇല്ല എന്നെ ഒന്ന് രക്ഷിക്കാൻ. ഇവിടെ ആരും ഇല്ല എന്നെ ഒന്ന് രക്ഷിക്കാൻ. തോഴി, തോഴി. എന്തുവായിരുന്നു? കോഴിന്ന് പറഞ്ഞു. കോഴി എന്നല്ല പറഞ്ഞ, തോഴിന്ന് വിളിച്ചതാ. എന്താണ് രാജീവ്? രാജീവോ? രാജൻ. അതെ, എന്റെ കണ്ണിൽ എന്റെ മകൻ പാറ പൊട്ടിച്ചപ്പോ കല്ല് വന്ന് കൊണ്ട് ഒന്ന് ഊതി തരുവോ? LED വാളിന്ന് പാറ പൊട്ടിച്ചപ്പം കല്ല് വന്ന് നിങ്ങളെ കണ്ണി തെറിച്ചെന്നല്ലേ? നിങ്ങൾ എന്തൊരു മണ്ടനാണ് രാജൻ. അതാണ് എന്റെ മകൻ, എന്റെ മകൻ. ഏതാണ് ആ രണ്ട് പിള്ളേര്? അതോ, അത് ജാനകിയുടെ മക്കള്. അച്ഛനെ തിരക്കി വന്നതാണ്. അതിന് അവർ അച്ഛൻ നമ്മുടെ കൊട്ടാരത്തിൽ ഇല്ലല്ലോ. ഇല്ല, നിങ്ങൾ ഈ നാട് നീളെ നടന്ന് എന്റെ മകൻ, എന്റെ മകൻ എന്ന് പറയുമ്പോ ആലോചിക്കണം, ഇതുപോലെ പിള്ളേർ തിരക്കി വീട്ടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുമെന്ന്. എങ്കിൽ ജാനകി വന്നിട്ടുണ്ടോ? ജാനകി വന്നിട്ടില്ല. ജാനകി വന്നിട്ടില്ല. എനിക്ക് ആ പിള്ളേരെ കാണാ. പിള്ളേര് പാമ്പ. രാജീവ് അല്ല പെണ്ണേ, രാജൻ. രാജൻ
തോഴി എന്താ രാജൻ? എനിക്ക് തോഴിയോട് ഒരു കൂട്ടാൻ പറയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജാവിനോട് എനിക്കൊരു പൊതിച്ചോറ്. പൊതിച്ചോറോ? കൂട്ടാനോട് തിന്നണ്ടേ? അതല്ലെന്ന്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. പറയൂ രാജൻ. എനിക്ക് തോഴിയെ കാണുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരും. എന്താണ് ഓർമ്മ വരുന്നത്? എന്റെ പഴയ കാമുകിയെ. പ്രേമമൊക്കെ ഉണ്ടായിരുന്നോ? അത് നീ ഇതുവരെ മനസ്സിലാക്കിയില്ലല്ലോ. അപ്പോ എന്റെ അടുത്തല്ല, വേറെ പ്രേമം ഉണ്ടായിരുന്നത്. വേറൊരു പ്രേമം ഉണ്ടായിരുന്നു. അവള് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അവൾ വീട് വിട്ടാൽ ജോലി, ജോലി വിട്ടാൽ വീട്, വീട് വിട്ടാൽ ജോലി, അങ്ങനെ ജീവിക്കുന്ന ഒരു പെണ്ണായിരുന്നു. എന്നിട്ട് നിങ്ങൾ അവളെ കെട്ടില്ലല്ലോ? അതോ, ഈ ജോലിക്കും വീടിനും ഇടയ്ക്ക് ഒരു ഓട്ടോക്കാരൻ പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. രാജീവ് അല്ല പെണ്ണെ, രാജൻ. അതെ തോഴി, തോഴിക്ക് എന്റെ മുഖം കാണുമ്പോൾ ആരേലും ഓർമ്മ വരുന്നുണ്ടോ? കോഴിത്തരം തോന്നുന്നുണ്ട്. കോഴിത്തരവും കോഴി അതല്ല രാജൻ, ഓർമ്മ വരുന്നുണ്ട്, ഓർമ്മ വരുന്നുണ്ട്. സൈക്കിളക്കത്തിലൊക്കെ ഉള്ള സൈക്കിളിന്റെ ഹാൻഡിലില്ലേ, അതുപോലെ തോന്നുന്നുണ്ട്. ആ ഹാൻഡിലിൽ ഇങ്ങനെ കാസറ്റ് വള്ളി തൂങ്ങി കിടക്കൂലേ, അതുപോലെ ആ രാജന്റെ മീശ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. എന്റെ ഈ മീശ എന്റെ ഐഡന്റിറ്റിയാണ്. അതെന്തോന്ന് ആധാർ കാർഡിൽ നിങ്ങളെ ഫോട്ടോയ്ക്ക് വരെ ഈ മീശയുടെ ഫോട്ടോ വെച്ചേക്കുന്നത്? അതായത് എന്നെ തിരിച്ചറിയുന്നത് ഈ മീശ വെച്ചാണ്. മീശ വെച്ച് തിരിച്ചറിയാൻ നിങ്ങൾ തരും പൂച്ചേ? അതല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പകിട് കളിച്ചാലോ? പകിട് കളിക്കാനോ? പകിട് കളിക്കാൻ എനിക്ക് അറിയില്ല രാജൻ. വേണമെങ്കിൽ ക്യാരംസ് ഒരു കൈ നോക്കാം. അത് നിന്നെ കണ്ടപ്പോഴേ എനിക്കറിയാം. എന്ത്? നീ കുഴി തെള്ളിയിടാൻ മിടുക്കിയാണ്. രാജീവല്ല പെണ്ണെ, രാജാവ്. ഇങ്ങനെയാണ് നിനക്ക് ഞാൻ ശമ്പളം തരത്തില്ല, ചുമ്മാ മനസ്സിനെ സ്ഥിരമായിട്ട് ശമ്പളം തരുന്ന പോലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ കാറ്റ് വരുന്ന സാധനം എടുത്തിട്ടോ. എങ്ങനെ കാറ്റ് വരുന്ന സാധനം? കാറ്റ് വരുന്ന സാധനം എനിക്ക് അറിഞ്ഞൂടാ, കാറ്റ് പോയൊരു സാധനം ഇവിടെ ഉണ്ട്. എന്തി? ആ പടമായിട്ടിരിക്കുന്ന രാജന്റെ അപ്പൂപ്പൻ. അല്ലെന്ന്. പിന്നെ ആട്ടുമ്പോ കാറ്റ് വരത്തില്ലേ? ആട്ടുമ്പോ കാറ്റല്ലല്ലോ, കാട്ടുമല്ലേ തരുന്നത്. അല്ല, ഇങ്ങനെ വീശത്തില്ലേ? ഞാൻ വീശത്തില്ല. വീശ ഒരാളെ ഡെയിലി ഷാപ്പിൽ നിന്ന് വീട്ടിൽ കൊണ്ടാക്കും. അതാരാ? എന്റെ കെട്ടിയവൻ. കല്യാണം കഴിഞ്ഞല്ലേ? കല്യാണത്തിന്റെ കാര്യം എന്നോട് പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞു. നിന്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? എന്റെ ഭർത്താവ് ഒരു ചാക്ക് പഞ്ചസാരയും ഒറ്റയ്ക്ക് തല ചുമന്നുകൊണ്ട് ഒരു വരവുണ്ട് രാജൻ. അതെന്താ, നിങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ കാപ്പിക്ക് ഒരു ചാക്ക് പഞ്ചാര വേണോ? അതല്ല, യൂണിയൻ തൊഴിലാളിയാണെന്ന്. ഓഹോ, എന്നിട്ട് ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് എന്തി? പുള്ളിക്ക് ഇപ്പൊ പണിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതെന്താ? ഷുഗർ അല്ലേ? കാര്യമായി നിന്റെ ഭർത്താവ് കല്ല് ചുമക്കാൻ പോകാന്നത്. അതെന്നാ? അല്ലെങ്കിൽ എന്നെ പോലെ മൂത്രത്തിൽ കല്ല് വന്നേനെ. രാജീവ് അല്ല പെണ്ണെ, രാജൻ. രാജൻ. അതെ, ആയിരിക്കുന്ന സാധനത്തിന്റെ പേര് തരുന്നു. വെഞ്ഞാറമൂട് രായൻ. വെഞ്ഞാറമൂട് രായനോ? വെഞ്ചാമരം രാജൻ. എന്നാ അതെടുത്തോണ്ട് വന്നു വീശിക്കേ. അയ്യോ, വീശാൻ എനിക്ക് അറിയത്തില്ല. വീശ അറിയത്തില്ലേ? അങ്ങനാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. വാ. ഇത്തരം സാഹചര്യങ്ങളിൽ ആ കൈക്ക് ഒരു കുരുവില്ല. തോഴി. എന്താ രാജൻ? വിരലുകൾ 4, വിരലുകൾ 5, മടക്കമ്പം 4, മടക്കിയാലും 5. നീ നേരെ ഈ കൈ ഒന്ന് പിടിച്ചേ. പിടിച്ച്. എന്നിട്ട് നടുക്കത്തെ 2 വിരലങ്ങ് മടക്കി. എന്നിട്ട് നേരെ ഇങ്ങനെ നോക്കി. ഇതെന്താണ് രാജൻ? ഇത് 1 4 3. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. എന്റെ ഈ ഒറ്റ കൈ കൊണ്ടുള്ള പ്രയോഗം എങ്ങനെയുണ്ട്? 2 കൈ ഞാൻ നീട്ടി ഒന്ന് തന്നാലുണ്ടല്ലോ രാജൻ 7ന്റെ അന്നേ കണ്ണു തുറക്കത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ ചെറുതായിട്ടൊന്ന് അടിക്കൂ. എന്തിനാ രാജൻ? എനിക്ക് 3ാമത്തെ ദിവസം എഴുന്നേക്കണം. കട്ടപ്പയുടെ വീടിന്റെ പാലുകാച്ചനുണ്ട്, അതിന് പോയേ പറ്റൂ. രാജൻ, എന്റെ കൈയുടെ ചൂടറിയുമെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എന്റെ മകന്റെ കൈയുടെ ചൂടറിയും. നിനക്ക് കാണണോ? എന്നാ കാണ്. ഇതാണ് എന്റെ മകൻ. വീശാൻ പഠിപ്പിക്കും രാജൻ. അത് ഞാൻ മറന്നു. നീ ഇങ്ങനെ വന്ന ഞാൻ വീശാൻ പഠിപ്പിക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വീശണം. കാറ്റുണ്ട് രാജൻ, കാറ്റുണ്ട്. എന്നാ ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയി ഇന്ന് വീശാം. കാറ്റുണ്ട് രാജൻ, ഇവിടെ കാറ്റുണ്ട്. ഞാൻ അപ്പുറത്തോട്ട് പോകും. നമസ്കാരം റാണി. നമസ്കാരം. ആരായിരുന്നു? എന്റെ മകൻ. ഇങ്ങേരാ? അയ്യോ, അതല്ലേ പറഞ്ഞത്. നീ ഏതാടാ ഈ കൊട്ടാരത്തി ലോജിക്കില്ലാത്ത കോസ്റ്റ്യൂം ഇട്ടോണ്ട് വന്നേ? സംരക്ഷകൻ. ഏത് ചാനലിൽ എത്ര മണിക്ക്? എന്തോ സംരക്ഷണം. സംരക്ഷണം എന്നല്ല പറഞ്ഞ, മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരുവാണെന്ന്. ഒന്നുകൂടെ പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരുവാണെന്ന്. ഒന്നുകൂടെ. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരുവാണെന്ന്. തോഴി. എന്താ രാജൻ? ഈ സാധനത്തിന്റെ പേര് എന്തായിരുന്നു? വെഞ്ചാമരം. ഇതിന് നമുക്ക് ആവശ്യമില്ല. വേണ്ടേ? ഇതിനെക്കാട്ടിലും കിടുക്ക് കാറ്റ് കിട്ടുന്ന ഒരു സാധനം ഞാൻ കാണിച്ചുതരാം. എവിടുന്ന് വരുമെന്നാ പറഞ്ഞേ? മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരുവാണെന്ന്. കിട്ടിയായിരുന്നു. ഒരു ഐസ് കട്ട വയലിട്ടിട്ട് പറയാമോ? ഈ AC-യുടെ ഫീല് കിട്ടാനാ. താനൊരു കാര്യം വിളിക്കാം, തന്റെ താളത്തിനൊത്ത് തുള്ളാൻ വന്ന ആളല്ല ഞാൻ. എന്നാ ഇയാൾ ഒരു താളം പറ, നമ്മൾ ഒരുമിച്ച് തുള്ളായി.
അല്ലെന്ന്. ഞാനൊരു സ്ട്രേറ്റ് ഫോർവേഡ് ഓഫീസറാണ്. സ്ട്രേറ്റ് ഫോർവേഡ് ഓഫീസറാണെന്ന്. തോഴി, എന്താ രാജൻ? അവൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. എന്താ പറഞ്ഞ? എനിക്ക് മനസ്സിലായില്ല. എന്തോ അത് അതറിയായിരുന്നെ ഞാൻ ഇവിടെ കിടന്ന് തൂക്കുമായിരുന്ന. കണക്കാണല്ലോ. ഇത് പഴയ രാജഭരണ കാലമായിട്ടാണ്. CBSE സിലബസ് ആയിരുന്നു. ഞാൻ കറക്റ്റ് പിടിച്ചാൻ. എന്തായിരുന്നു പറഞ്ഞത്? പൽവാൽ ആരാണ്? എന്റെ മകൻ. പുള്ളിക്കെതിരെ കേസുണ്ടേ. എന്നാ ഇവിടെ മകൻ. അല്ല, നിന്റെ മകൻ. എന്റെ മകൻ. അവ ആരേലും മകനായിട്ടോ? നിനക്കെന്താടാ? പൽവാൽ ആരുടെ മകനാണ്? ഞാൻ ഒരു സത്യം പറഞ്ഞ നീ വിശ്വസിക്കുവോ? എന്ത്? അവൻ അനാഥനാണ്. അപ്പൊ തന്റെ മോനോ? ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്നപ്പോ 2 പിള്ളേർ നിന്നില്ലേ, സുരേഷും സുഭാഷും. അതാണ് എന്റെ മക്കൾ, എന്റെ ജാനകിയുടെ മക്കൾ, എന്റെ മക്കൾ. അയ്യോ, അങ്ങോട്ട് പോണ്ട, പണി കിട്ടും. എന്റെ മക്കൾ, എന്റെ മക്കൾ. വീട് മാറിപ്പോയതാണ്. എന്റെ മക്കൾ. അയാൾ നോണയാണ് സാറേ പറയുന്നത്. അത് അയാളെ മോൻ തന്നെ. പുലിവാലി. പുലിവാലോ? എലിവാലി. എലിവാലോ? അല്ല, പൽവാല്. ഇനി വന്നേ. ഇവിടെ വാ. DNA ചെയ്താലും അത് നിങ്ങളെ മോൻ തന്നെ. നീ എന്നെ ചതിച്ചെന്നാ പറഞ്ഞത്. ഇങ്ങോട്ട് കേറി. എന്താ? പൽവാൽ ആരുടെ മകനാണ്? എന്റെ മകൻ. അവിടെ മക്കൾക്കൊക്കെ ആരെങ്കിലും പൽവാൽ എന്ന് പേരിട്ട് കൊടുക്കും. അയ്യോ, സംഭവം എന്താണെന്നറിയോ? ചെറുപ്പത്തിൽ ഈ പല്ലിയില്ലേ, കോർസ് ഇടണ്ട, ഞാൻ പറഞ്ഞോളാം. ഈ പല്ലിയുടെ പുറകെ ഈ ചെറുക്കൻ പോവായിരുന്നു. എന്നിട്ട് ഈ മുറിഞ്ഞു വീണ വാലുണ്ടല്ലോ പല്ലിയുടെ, അതെടുത്തോണ്ട് അവൻ വീട്ടിൽ വരും. അതിന് കൂട്ടുകാരെല്ലാം കൂടി അവനെ പല്ലിവാല എന്ന് വിളിച്ചു. ഞാനത് ഷോർട്ടാക്കി പൽവാലാക്കി. അപ്പൊ തന്റെ പേരെന്ത്? എന്റെ പേര് കിടുക്ക് പേരല്ലേ? അല്ല, പറ. ബ്രിഡ്ജില്ല. അപ്പൊ തോണിയുണ്ടോ അവിടെ? അതല്ല, ഫ്രിഡ്ജില്ല. കറണ്ട് ഇല്ല അവിടെ. എന്റെ പേരെന്ത് വരുന്നു? വിചാല. അതൊന്ന് മീറ്റർ എന്ന് പറഞ്ഞേ. വിചാല. ഇതാണ് എന്റെ പേര്. എന്തുവായാലും തന്റെ മകൻ 8 വർഷം തടവുണ്ട്. 8 വർഷം വേണ്ട, 1 വർഷം തടവേ മതി. ഇതൊന്നും തരൂ. അതല്ലെന്ന് ഞാൻ പറഞ്ഞ. തന്റെ മകനെ ഞങ്ങളാണ്ട് സ്റ്റേഷനിൽ പിടിച്ചിടുവെന്നാ പറഞ്ഞു. അതവനെ കൊണ്ടുപോകാനുള്ള പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ? പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ട് അവനെന്തോടാ നെയ്യപ്പമാണ്? അതല്ല, പിന്നെ നിങ്ങളുടെ കൈ തെളിവ് വല്ലതും ഉണ്ടോ? തെളിവുണ്ടോന്ന്? എടോ, തന്റെ മകനുണ്ടല്ലോ, ദ്രോഹിച്ചൊരു മൃഗമുണ്ടല്ലോ, അതിന്റെ മൊഴി എന്റെ കയ്യിലുണ്ട്. ഓഹോ, ഒന്നൊന്ന് കാണിച്ചേ. നാണ്ട കണ്ട. ഈ തെളിവില്ല. അതെന്ത് തെളിവുണ്ട്? ഈ തെളിയുന്നില്ല. നീ ബ്രൈറ്റ്നസ് കൂട്ടറേ. അങ്ങനെ കാണിക്കണം. സാറേ, വയലില് പുല്ല് നിന്നോണ്ടിരുന്നപ്പം ബാഹുബലിയിൽ ഒരു ചാൻസ് തരാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയാണ് സാറ്. ഡോപ്പ് പോലും ഇല്ലാതെ എന്നെ കറക്കി എടുത്ത് മൂട് കറക്കി ഇടിച്ച്. എനിക്ക് നീതി വേണം സാറേ. കണ്ടോ, തന്റെ മകനെ ഞാൻ പൊക്കും, അവനെ കൊണ്ട് അഴി എണ്ണിപ്പിക്കുകയും ചെയ്യും. തോഴി, എന്താ രാജൻ? നീ എന്താണ് പറഞ്ഞത്? ഞാനാണ് മണ്ടനെന്നല്ലേ? അതെ. എന്നെക്കാട്ടിലും വലിയൊരു മണ്ടനെ നിനക്ക് കാണണം. എവിടെ? ഞാനാ? അയാള് മണ്ടനാ? കുറച്ചു മുമ്പേ ആ LED പാളിന്ന് പാറക്കല്ല് വന്ന് വീണെന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞില്ലേ ഞാനാ മണ്ടനെന്ന്? ഇപ്പൊ ഇവിടുത്തെ ഗ്രാഫിക്സുകാരെ കൊണ്ട് ഒരു കാളയും ചെയ്യിപ്പിച്ചോണ്ട് വന്ന ഇവനല്ലേ എന്നെക്കാട്ടിലും ശരിക്കും മണ്ടൻ? രാജീവ് അല്ല പെണ്ണെ, രാജേഷ്. ഞാൻ കളിക്കുന്നില്ല. ഇപ്പൊ ഇങ്ങനെ കൊണ്ടൊന്നും പറ്റത്തില്ല. എന്റെ മകൻ ഒന്നുമല്ല. പോടേ നീ ഇന്ന് പണി. ശ്രീവിദ്യ പറഞ്ഞ പോലെ ഒരു അൺടോൾഡ് സ്റ്റോറി. നല്ലതായിരുന്നു ഈ സ്റ്റോറി. കിടിലായിരുന്നു. ഒരുപാട് ചിരിക്കാണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി നിന്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. അല്ലേ ചേച്ചി? നല്ല ഒരു ക്യൂട്ട് ഒരു അമ്പിളിക്കുട്ടൻ. ഒരു അമ്പിളിക്കുട്ടൻ അപ്പൻ. അമ്പിളിക്കുട്ടന്റെ അപ്പൻ. നല്ല ഷൈൻ സൂപ്പർവായി ചെയ്തു. നല്ല ബോഡി ലാംഗ്വേജ്, നല്ലത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു സ്കിറ്റിൽ കുറെ ദിവസം കഴിഞ്ഞിട്ട് ശരത്ത് ഷൈൻ ചെയ്യാൻ സമ്മതിച്ചു. യൂഷ്വലി ശരത്ത് ആണ് മെയിൻ ക്യാരക്ടർ എടുക്കുക, പക്ഷെ ഷൈൻ യു ഡിഡ് എ ഫാന്റാസ്റ്റിക് ജോബ്. വെരി ഗുഡ്. ആൻഡ് ഐശ്വര്യ, ഗുഡ് ഗേൾ. Keep it up. നല്ലൊരു സ്റ്റോറി ആയിരുന്നു. നല്ല സ്റ്റോറി. ഓൾറൈറ്റ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളതാണ്. പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ പണമൊഴുകണ കളി പറന്നിറയേണ്ട. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എന്റെ 40 പറ. എന്റെ ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ബാങ്ക് ഓഫ് ബോംബെ റെഡി. പൈസ ഇട്ട് കൊടുക്കണം മാഡം ജി. ഇവൻ ക്യാരക്ടർ വിട്ടില്ലെങ്കിലേ താഴെ പോകുമ്പോ എന്റെ പൈസ അടിയായിരിക്കും താഴെ. പൈസയൊക്കെ കിട്ടി, സന്തോഷായില്ലേ? ഇനി അടുത്ത നമ്മൾ 50-ന് വേണ്ടി ശ്രമിക്കണം. ഓക്കെ, നിങ്ങളെല്ലാരും ഓക്കെ അല്ലേ? ഇനി മേല ഈ ഏരിയ കണ്ടു പഞ്ചിന് മ്യൂസിക് ഉണ്ട്. പഞ്ച് കാര്യം പറയുന്നത് ചേച്ചി, ഇവന്റെ പരിപാടി എന്താണെന്നറിയാം?
നമ്മളെ ഫ്ലോറിൽ ഷൂട്ടിന് വരുമ്പം താഴെ നമ്മളെ റൂമിൽ പോയി മൊത്തം അരിക്കും. ആരേലൊക്കെ എന്തൊക്കെ സാധനമുണ്ട് മണലിട്ടേക്കണം അരിക്കേ. എന്നൊക്കെ വേറെ ആരും പറഞ്ഞുകൂടാ. അതും കൂടെ എടുത്തിട്ട് ചാക്കിന്. അത് സത്യം പറഞ്ഞ ചേച്ചി നിങ്ങളെയൊക്കെ റൂം വൃത്തിയാക്കാൻ കയറി എന്നുള്ള തെറ്റേ ഞാൻ. അല്ല ഇത് വേറെ കാര്യം പറയട്ടെ. നമ്മള് ഇവിടെ എത്ര നാൾ കൊണ്ട് എന്നാ ചേച്ചിക്ക് അറിയാം നോക്ക്. എന്തേലും ചെയ്തിട്ടുണ്ടോ ഇതുവരെ? ഇല്ല, സീരിയസ് ആയിട്ട്. എന്റെ റൂമിൽ കയറിയിട്ടുണ്ടോ? ചേച്ചി സകലമാന ആർട്ടിസ്റ്റ് റൂമിലും നാണ്ട ഇന്ന് വന്ന ആ കയ്യൊട്ടി കളിക്കുന്ന ആ ചേച്ചിമാരുടെ റൂമിൽ വരെ കയറി. അതിനുള്ളത് മിക്കവാറും കിട്ടും അവിടുന്ന്. അത് വിട്, മെമ്പറൊക്കെ ഉണ്ട് അവിടെ. അല്ല അത് മുല്ലപ്പൂ കൊണ്ട് കൊടുക്കാൻ കയറിയതാണ്. ഒന്നും ചെയ്യില്ല, നമ്മളത് വിശ്വസിക്കും. എന്റെ ഹെയർ സ്റ്റൈൽ പോകും, ഐഡന്റിറ്റി പോകുന്നുണ്ട്. നിന്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് ആരാണ്? അവനെ തീടാനാണ്. ആരാണ് നിന്റെ സ്റ്റൈൽ സ്റ്റാറാണ്? എന്റെ ലൂക്കോസ്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയണ്ടേ ചേച്ചി? അങ്ങനെ ഏതെങ്കിലും റൂമിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അല്ല ഞാൻ നിങ്ങളെ റൂം വൃത്തിയാക്കാൻ എന്റെ അടുത്ത് പറഞ്ഞു. ചാക്കി പറക്കിട്ട് എന്താടാ ആർട്ടിസ്റ്റുള്ള റൂമിൽ നിന്ന് ചാക്കിൽ എന്തൊക്കെ പറക്കിട്ട് ചാക്കുറടാ അറിയാലോ. തുറക്ക് ഓരോന്നും പുറത്തിറക്കും. നിങ്ങൾ മാറിയില്ല, ചിലപ്പോ പെരുമ്പാമ്പൊക്കെ ചാടി. സ്നേക് ഡാൻസ് ആയിരുന്നു നമ്മുടെ കൂട്ടത്തില്. എല്ലാം നോക്കി ഒന്നും എടുത്തില്ലെന്ന്. തിരുപ്പൈ ഇതാരാ റൂമിൽ നിന്നടാ? ഇത് ശ്രീവിദ്യയുടെ റൂമിൽ ആണി അടിച്ചിട്ടിരുന്നു ഞാൻ അവിടെ. ഈ തിരുപ്പൈ അവർക്ക് അവരുടെ റൂമിൽ നിന്ന് ഈ 15 വർഷമായിട്ട് ഇവളീ ഫീൽഡിൽ പിടിച്ചിരിക്കുന്ന ഈ തിരുപ്പം വെച്ചിട്ടാണ്. പെണ്ണുമ്പിള്ളക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവള് ഇത് വെച്ചോണ്ട് മേടിക്കാം. അവക്ക് 148 തിരുപ്പനുണ്ട്. ബാക്കി വേടാ തല വെച്ചേക്കല്ലേ? തല ഉണ്ടാടി, ബാക്കി തലയിലുണ്ടാ? ഇല്ല, ഇതൊന്നേ ഉള്ളൂ. ആ ഉണ്ട്, ബാക്കിയുണ്ട്. അല്ല അലമാരക്കകത്ത് 2-3 തിരുപ്പ ഇങ്ങനെ കിടക്കണം. അത് എടുക്കാൻ വയ്യ. അത് ഉച്ചയ്ക്ക് ശേഷം വയ്ക്കുക, 2 സൈഡിലിടാൻ. ഇനി ഒന്നും അടുത്ത ആരാ റൂമിലാ? അതൊന്നും ഹിന്ദി ബാലപാഠം. റൂമിൽ ഹിന്ദി ബാലപാഠം നോക്ക്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ബോംബെ താമസിക്കുന്ന ചേച്ചിയുടെ റൂമിൽ നിങ്ങളുടെ ഹിന്ദി ബാലപാഠം വന്ന അത് തന്നെ. എവിടെ താമസിക്കുന്നത്? ബോംബെയില്. ഇത് ചുമ്മാ പറയണ ബോംബെയിലൊന്നും അല്ല, ഇത് കള്ള ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അയ്യേ, ബോംബെയിലുള്ള ആരെങ്കിലും ബാലപാഠം കൊണ്ട് നടക്കൂടെ ഹിന്ദിയില? ബോംബെയിലല്ലേ ചേച്ചി എവിടെ താമസിക്കണ? നെടുമങ്ങാട് കുരിയാത്തിയില്. വെമ്പായത്ത് വെച്ച ഒരു ദിവസേ ബസ് കയറി പോണേ. ഞാൻ മേക്കപ്പ് ഇല്ലാത്തോണ്ട് മനസ്സിലായില്ലേ. ഇതല്ലേ ഇപ്പൊ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നമ്മുടെ വാർഡില് ഒരു ബംഗാളി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് അവൻ ഒരു വോട്ട് കിട്ടി. അത് ആരിട്ടെന്നല്ലേ ഞാൻ അപ്പൊ ചേച്ചി ഹിന്ദിയിൽ ബോംബെയിൽ കള്ളം പറഞ്ഞത് ഇവിടുന്ന് വണ്ടിക്കൂലി കൂടുതലിട്ടാണ്. ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ എന്നെ ഹിന്ദി പറഞ്ഞ് പേടിപ്പിക്കും. ഇതെന്തായാലും ചന്ദ്രന്റെ തേങ്ങ നീ ഒന്നുമില്ല. ഇത് ചോദിക്കല്ലേ, ഇത് എനിക്ക് വേണം. ഇത് തേനാണ്, തേൻ. ഇത് എലീനയുടെ റൂമിൽ എന്തിന് തേന്? ഞാൻ അത്രയും മധുരം അവിടെ. കാട്ടിൽ ഒരുപാട് തേൻ എടുക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ടേസ്റ്റ് ഉള്ള ഒരു തേൻ സത്യം തേൻ. ഒരു തുള്ളി നിങ്ങളൊന്ന് എവിടെ ഇത് തേനല്ല, പിന്നെ അവളെ മുട്ടിലിട തൈലം. ഒന്നും ചെയ്യരുത്. ഇത് അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് അവൾ ഇങ്ങനെയെന്ന് കാര്യം. അത്രയും മുട്ടിന് പ്രശ്നം ഇല്ല. ഒരു സെക്കൻഡ് ഒന്ന് ചിരിച്ചാണ്ടി, ഒന്ന് ചിരി. ആ സെറ്റ് ബില്ല് വായിലുണ്ട് കേട്ടോ. അഖിലിന്റെ റൂമിൽ. എന്റെ റൂമിലാ? അവിടെ കൂടുതൽ ബഹളം വേണ്ട. ഇങ്ങോട്ട് നോക്ക്. എന്റെ റൂമിലാവുമ്പോ എനിക്ക് തോന്നുന്നു എൻസൈക്ലോപീഡിയ എടുത്തു. നിങ്ങള് മറ്റേ വായനശാലയിലൊക്കെ പോവില്ലേ? ഞാൻ കുറച്ച് വായിക്കും. ഷേക്സ്പിയർ അവിടെ നിന്ന് കിട്ടിയതാണ്. പഴയ കോമഡികൾ പുതിയ രൂപത്തിൽ. അതൊന്ന് ഒറ്റ സെക്കൻഡേ. ഫസ്റ്റ് കോമഡി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. അതായത് ചായക്കട നോക്കിയിട്ട് ഒരാൾ എന്തുണ്ട് കഴിക്കാൻ? അപ്പം ചായക്കടക്കാരൻ പുട്ടുണ്ട്. അപ്പം കോഴിയുണ്ടോ? ആ കോഴിയുണ്ട്. എന്നാൽ ആ പുട്ടെടുത്ത് കോഴി കിട്ടുകൊടുക്കും. കോമഡി എഴുതിയേക്കണ്. അതെവിടെ? ക്ലോക്ക് ഉണ്ടോ? ക്ലോക്ക് ഉണ്ട്. ഓടുന്നുണ്ടോ? ഓടുന്നുണ്ട്. എന്നാ പിടിച്ചു തീർത്തായി. ഇത് തീർന്നില്ല. വല്ല പറയണ്ട. ഈ കോമഡി അടിക്കല് എന്നാണ് ഉദ്ദേശിച്ചത്. എന്റെ അമ്മോ, കേബിൾ സെറ്റ് ബോക്സ് ഓൺ ആക്കിയ ഇത്രയും ചാനലിന്റെ പേര് നോക്കണ. ഇന്നവരെ കോമഡി പരിപാടി വന്നിട്ടില്ലാത്ത ആകാശവാണിയുടെ പേര് വരെ ഉണ്ട്. ദൂരദർശനിൽ ഏത് കോമഡിയാണ്? വാർത്തയുടെ പേര് പറയൂ. കോമഡി വയലും വീട്ടിലും ഞാൻ 2 കൗണ്ടർ അടിച്ചിട്ടുണ്ട്. അത് ഇടയ്ക്ക് വയലിൽ കിടക്കണ ഞാൻ കണ്ട്. അല്ല ഇത് ഞാൻ ചെയ്യും. പക്ഷെ വേറെ കാര്യം, ഇത്രയും വന്നിട്ടും
എന്റെ റൂമിൽ നിന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു മര്യാദ കേടായിട്ട് നിങ്ങൾ എന്തെങ്കിലും കണ്ട എന്റെ റൂമിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ട? അതാണ് ചേച്ചി നിങ്ങൾ മനസ്സിൽ നിങ്ങളൊക്കെ എന്നെ പലതും പറയുമെങ്കിലും അല്ല നിനക്ക് റൂം ഉണ്ടോ അവിടെ? ഞാൻ ഒരുപാട് സ്ഥലത്ത് കയറി നോക്കി. റൂമിൽ കയറിയത് അല്ല ഇവന്റെ റൂം. പക്ഷെ വേറൊരു കാര്യമുണ്ട് ചേച്ചി, ഇതുണ്ടല്ലോ അച്ചടക്കമുള്ള പയ്യനാണ്, നല്ല മര്യാദയുള്ള പയ്യൻ. നമ്മളെന്ന് പറഞ്ഞാൽ വാലാക്കോല നടക്കും, വാലാക്കോല കാര്യങ്ങൾ ചെയ്യും, ഇതൊക്കെ അല്ലേ. പക്ഷെ യവനെന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെക്കും. അതൊരു ഇങ്ങനെ അടുക്കി പേപ്പർ രൂപത്തിൽ വെക്കും. അത് മാത്രമേ കിട്ടിയുള്ളൂ. അത് മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ഒരുപാട് നോക്കി, ഒന്നും കിട്ടിയില്ല. അല്ലാതെ ഞാൻ കുഞ്ഞിലെ 6ാം ക്ലാസ് മുതൽ എന്റെ ഒരു ശീലമാണ്, ഞാൻ അങ്ങനെ ചെയ്യും. അല്ല അതിനപ്പുറം പഠിക്കാത്തോണ്ട് 6ാം ക്ലാസ് വെച്ച് ആ ശീലം നിന്നോ? കണക്കുകൾ എഴുതി കൂട്ടി കറക്റ്റായിട്ട് വെച്ചേക്കണെന്താ. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമോ? ഇംഗ്ലീഷ് അല്ല, ഹിന്ദിയാണെങ്കിൽ അറിയായിരുന്നു. തേങ്ങ അറിയാമോടാ? കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ. ആ ബിവറേജസിലെ ബില്ലാണോ നോക്കടാ. വൈറ്റില പാലാരി വട്ടം തൃക്കാക്കര നോക്ക്. കേരളത്തിൽ എത്ര ബിവറേജ് ഉണ്ടെന്ന് ഇത് നോക്കി അറിയാം. കലൂര് പാലാരി വട്ടം ഒരു വട്ടം. കഴിഞ്ഞ പ്രാവശ്യം ചാലക്കുടിക്ക് ഫസ്റ്റ് കിട്ടിയില്ലേ? എന്താണെന്നറിയാമോ? ഒരാഴ്ച മുന്നോട്ട് ഷൂട്ട് ഉണ്ടായിരുന്നു, അങ്ങനെ ചാലക്കുടിക്ക് ഫസ്റ്റ് കിട്ടി. പെട്ടിന്ന് കളയാൻ വിട്ടു. ഇനിയിപ്പോ ഞാൻ പോട്ടെ, ഇനിയിപ്പോ വേറെ ഒന്നുമില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. 2026 നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിർത്തലാക്കിയിട്ടുണ്ടോ? 25 അവസാന കാലത്ത് എന്തെങ്കിലും നിർത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും നിർത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും നമ്മുടെ ദുശീലങ്ങളൊക്കെ ചിലവർ നിർത്തുമല്ലോ. എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ കള്ളുകൂടി നിർത്തി. എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ജോലിക്ക് നോക്കി നിർത്തി. അപ്പൊ നീ പട്ടിണി ഞാനും നിർത്തി. കൗണ്ടർ പറയൊക്കെ നിർത്തി. അത് നീ എന്ന് പണഞ്ഞ കൗണ്ടർ അല്ല, എവിടെ പറഞ്ഞ കൗണ്ടർ? ഇപ്പൊ പറഞ്ഞതാ. ഇത് കോമഡിയാ? വിഗിന്റെ കോമഡി. അത് കോമഡിയായിരുന്നു. എവിടെ കോമഡി? ഇത് കോമഡിയാടാ. പിന്നെ തൈലത്തിന്റെ കോമഡി. ഇത് തൈലോ? എന്ത് കോമഡി? തൈലത്തിൽ ബിവറേജിന്റെ ബില്ല്. ബിവറയിൽ ഒരു കോമഡി ഇല്ല. എടാ, ഇത് കൊണ്ടുവന്നെന്താണെന്ന് അറിയാമോ? അമൃത ടിവിയിൽ പുതിയ 2 എഡിറ്റേഴ്സ് വന്നു. അവർക്ക് എഡിറ്റ് ചെയ്ത് പഠിക്കാൻ ഒരു സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പൊ നീ ആകുമ്പോ പിന്നെ ഒരു ബുദ്ധിയില്ലാതെ ചാക്ക് കൊണ്ട് വരുമല്ലോ, അങ്ങനെ കയറ്റി വിട്ടു. പിന്നെ ഇത് എഡിറ്റേഴ്സ്മാർക്ക് തന്നെ കൊടുക്കണം. കൈ കഴിക്കും എഡിറ്റ് ചെയ്ത്. അല്ല, ഇത് കറക്റ്റ് ആയിട്ട് അവർ കൊടുക്കും. ഇത് കൊടുക്കണ്ട കേട്ടോ, ഇത് അവിടെ വയ്ക്കാനുള്ളതാണ്. ഇങ്ങനെ പറയുമ്പോ ഞാൻ നോക്കിയത് മുമ്പ് അടിച്ചിട്ടുണ്ടാകും. ഞാൻ പോട്ടെ. ഇവിടെ നിന്ന് കറകട പൊക്കൂടാ. ചാക്കം കൊണ്ട് ഇങ്ങനെ പോയാ ഇന്നത്തെ മെയിൻ പുള്ളി ആയിരിക്കും കേട്ടാ. ഇനി നമ്മളിവിടെ എല്ലാരും കൂടി നിൽക്കുന്ന എന്തിനാണ്? ഇന്നത്തെ എപ്പിസോഡിലെ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാണെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. ബെസ്റ്റ് പെർഫോമർ. മെയിൻ ആൾക്കാർ മാത്രം നിന്നാ ഈ പുള്ളി അല്ല, വേറെ കാര്യം, ഇതിലൊരു ത്യാഗത്തിന്റെ കഥയുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ മെയിൻ സർവശ്രീ ചാക്ക് ചന്ദ്രനായിരുന്നു. പുള്ളി പറഞ്ഞു എനിക്ക് ഈ ഗിഫ്റ്റ് ഹാമ്പർ കൊണ്ട് ഉപയോഗിക്കില്ല, കാരണം പുള്ളി കുളിക്കൂല, വേറെ ആരത്തിൽ കൊടുത്താൽ പറഞ്ഞു. അങ്ങനെയാണ് ചാക്ക് ചന്ദ്രനെ ഇന്നത്തെ മെയിൻ നിന്ന് മാറ്റിയിരിക്കുകയാണ്. നമ്മളെ പിള്ളേരാണ് ഇരിക്കുന്നത്. ആരാ പിള്ളേര് പറഞ്ഞ് ചന്ദ്രൻ ചേട്ടൻ തന്നെ മെയിൻ എന്ന്. നമ്മുടെ പിള്ളേരും പിള്ളേരുമാണ് ആയിരിക്കുന്നത്. ഒരാള് പറയട്ടെ, അതിരിക്കുന്ന ഒരാള് ചാക്ക് ചന്ദ്രനാണ് മെയിൻ എന്ന് പറഞ്ഞാൽ തരാം. സൈറ്റ് അടിക്കാനല്ല പറഞ്ഞത്, ചോദിക്കാൻ. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പം പറഞ്ഞല്ലോ ചേട്ടാ സൂപ്പർ എന്ന്. ചേട്ടാ സൂപ്പർ എന്നായിരിക്കല്ല, ചേട്ടാ പൊക്കോന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ ശ്വേത ചേച്ചി, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാണ്? നോ ഡൗട്ട് ഷൈൻ. അതാണ്. അപ്പം ഇന്നത്തെ മെയിൻ മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഷൈൻ. എന്റെ മെയിൻ, ഇന്നത്തെ മെയിൻ പറയടാ. ഇന്നത്തെ മെയിൻ. ഇനി ഈ മെയിൻ ആവാനുള്ള കാരണം എന്താന്നുള്ളത് നമുക്ക് അറിയണ്ടേ? എനിക്ക് തോഴിയെ കാണുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരും. എന്താണ് ഓർമ്മ വരുന്നത്? എന്റെ പഴയ കാമുകിയെ. അവൾ വീട് വിട്ടാൽ ജോലി, ജോലി വിട്ടാൽ വീട്, വീട് വിട്ടാൽ ജോലി, അങ്ങനെ ജീവിക്കുന്ന ഒരു പെണ്ണായിരുന്നു. എന്നിട്ട് നിങ്ങൾ അവളെ കെട്ടില്ലല്ലോ? അതോ, ഈ ജോലിക്കും വീടിനും ഇടയ്ക്ക് ഒരു ഓട്ടോക്കാരൻ പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. പൽവാലാരാണ്? എന്റെ മകൻ. പുള്ളിക്കെതിരെ കേസുണ്ടേ. എന്നാ ഇവിടെ മകൻ. നിന്റെ മകൻ. എന്റെ മകൻ. അവ ആരേലും മകനാട്ടോ, നിനക്കെന്താടാ? പൽവാൽ ആരുടെ മകനാണ്? ഞാൻ ഒരു സത്യം പറഞ്ഞ നീ വിശ്വസിക്കുവോ? എന്ത്? അവൻ അനാഥനാണ്. അതായത് എന്നെ തിരിച്ചറിയുന്നത് ഈ മീശ വെച്ചാണ്.
മീശ വെച്ച് തിരിച്ചറിയാൻ നിങ്ങൾ തരും പൂച്ചേ. അതല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പകിട് കളിച്ചാലോ? പകിട കളിക്കാനോ? പകിട കളിക്കാൻ എനിക്ക് അറിയില്ല രാജൻ. വേണമെങ്കിൽ ക്യാരംസ് ഒരു കൈ നോക്കാം. അത് നിന്നെ കണ്ടപ്പോഴേ എനിക്കറിയാം. എന്ത്? നീ കുഴി തെള്ളിയിടാൻ മിടുക്കിയ രാജീവല്ല പെണ്ണെ, രാജാവ്. ഇങ്ങനെ നിനക്ക് ഞാൻ ശമ്പളം തരത്തില്ല, ചുമ്മാ മനുഷ്യനെ പറ്റി. അല്ലെങ്കിൽ പിന്നെ എന്നും കറക്റ്റ് സ്ഥിരമായിട്ട് ശമ്പളം തരുന്ന പോലെ. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരുവാണ്. കിട്ടിയായിരുന്നു. ഒരു ഐസ് കട്ട വയലിട്ടിട്ട് പറയാമോ? ഈ AC-യുടെ ഫീല് കിട്ടാനാ. താനൊരു കാര്യം വിളിക്കണം, തന്റെ താളത്തിനൊത്ത് തുള്ളാൻ വന്ന ആളല്ല ഞാൻ. എന്നാ ഇയാൾ ഒരു താളം പറ, നമ്മൾ ഒരുമിച്ച് തുള്ളാം. ഞാൻ വിശത്തില്ല. വീശ ഒരാളെ ഡെയിലി ഷാപ്പിൽ നിന്ന് വീട്ടിൽ കൊണ്ടാക്കും. അതാരാ? എന്റെ കെട്ടിയവൻ. കല്യാണം കഴിഞ്ഞല്ലേ? കല്യാണത്തിന്റെ കാര്യം എന്നോട് പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞു. നിന്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? എന്റെ ഭർത്താവ് ഒരു ചാക്ക് പഞ്ചസാരയും ഒറ്റയ്ക്ക് തലേ ചുമന്നുകൊണ്ട് ഒരു വരവുണ്ട് രാജൻ. അതെന്താ, നിങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ കാപ്പിക്ക് ഒരു ചാക്ക് പഞ്ചാര വേണോ? അതല്ല, യൂണിയൻ തൊഴിലാളിയാണെന്ന്. കേട്ടോ, ഇങ്ങനെ വേണം പെർഫോം ചെയ്യാൻ. അതല്ല ഉദ്ദേശിച്ചത്. ഇതാണ് സംഭവം. നിങ്ങളും ഉണ്ടായിരുന്നല്ലോ ഇതില് മെയിനാക്കാൻ വേണ്ടി. ഞങ്ങൾ താഴെ, പുള്ളിയായിരുന്നു അതില് മെയിൻ. എന്നിട്ട് ഇറങ്ങിയിട്ട് പറയണേ, ചന്ദ്രന്റെ കുഴപ്പമില്ല, ചാക്കിന്റെ പ്രശ്നമുണ്ട്. ചാക്ക് പൊത്തിരുന്ന് പിന്നെ ചാളൊക്കെ പോയത്. നല്ല ചാക്കാരനെ നീ മറിച്ചന. പക്ഷേ ഇതില് വേറൊരു കാര്യം, നമ്മൾ ഇത് റിയൽ ലൈഫ് ആയിട്ട് പറഞ്ഞാൽ ഒരു കാര്യം പറയാറുണ്ട്. ഇന്നത്തെ മെയിൻ രതീഷണനും കൂടെ ആണ് കേട്ടോ. ചാക്ക് ചന്ദ്രനല്ല, യഥാർത്ഥ രതീഷൻ. കാര്യം ഈ സ്കിറ്റിന്റെ ഗ്രൂമർ റൈറ്റർ രതീഷണനാണ്. അതെ, മാത്രമല്ല വോയിസ് ഓവർ ആ പോത്തിന് ഡബ് ചെയ്തത് രതീഷ്. ആ പോത്തിനെങ്കിലും മെയിൻ ആക്കുമെന്ന്. സാറേ, വയലില് പുല്ല് നിന്നോണ്ടിരുന്നപ്പം വിളിച്ചോണ്ട് പോയാണ് സാറ്. പോത്ത് വീഡിയോ കോളിൽ വന്നോണ്ടാണ് ഞങ്ങൾ അതിനെ മെയിൻ ആക്കാണ്ടിരുന്നത്. പക്ഷെ പോത്തിന്റെ രൂപത്തിൽ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും തന്നിരുന്നു. എന്തെല്ലാം മേഖലയല്ലേ, പോത്തിന്റെ ഡബിങ്, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ. ഓൾ റൗണ്ടർ ആണ്. ഓൾ റൈറ്റ്, ശ്വേത ചേച്ചി നമ്മുടെ ഷൈന് ആ ക്രൗൺ നൽകേണ്ടതാണ്. സോ പ്ലീസ് ജോയിൻ us. മഹാറാണി കഴിഞ്ഞിട്ടില്ല. രാജാവിന് ഒരു സമ്മാനം കൂടി ഉണ്ട്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ കൂടെ നൽകുക. അങ്ങനെ ഞങ്ങളുടെ രാജാവിന് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ ഹാമ്പറും കിട്ടി, ക്രൗണും കിട്ടി, ഞങ്ങളും ഹാപ്പിയായി. അപ്പൊ ഗൈസ്, നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം കാണാം. അതിലേക്കും ഗുഡ് നൈറ്റ്.